ഹായ് നമസ്കാരം. CSK vs LSG. ഈ IPL രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് CSKയും LSGയും. അതായത് എല്ലാ റിസോഴ്സുകളും ഉണ്ടായിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ റിസോഴ്സുകളൊന്നും വർക്കാവാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന CSKയും, അതുപോലെ തന്നെ യാതൊരു റിസോഴ്സും ഇല്ലാതെ ഒരുപാട് പരിക്കുകളും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ളൊരു ടീമിനെ വെച്ചിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന LSGയും. ഇത് ലക്നൗയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ രണ്ട് ടീമിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഫാൻറ്റസി 11 ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫാൻറ്റസി ക്രിക്കറ്റ് കളിക്കാറില്ല, എങ്കിൽ പോലും കമൻസിൽ കുറേ പേര് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാൻറ്റസി 11 ആഡ് ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കണം. LSG ഈ വർഷം ഒരുപാട് ലിമിറ്റേഷൻസിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലായാലും അതുപോലെ തന്നെ ബോളിംഗിലായാലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻസിനെയൊക്കെ അതിജീവിച്ച് അവർ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു വരുന്ന ഒരു ടീമാണ്. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള അവസാനത്തെ ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും മാച്ച് അടുപ്പിച്ച് തോറ്റു നിൽക്കുന്ന ഒരു ടീമാണ്. ഇനി LSG കമ്പാരിറ്റീവ്ലി അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കമ്പാരിറ്റീവ്ലി ഒരു ശക്തി കുറഞ്ഞ ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ പെർഫോമൻസ് വെച്ചിട്ടല്ല, ഓൺ ദ പേപ്പർ. അപ്പോൾ CSKക്ക് ഈ മാച്ചിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LSGയുടെ ടോപ്പ് ഓർഡറിനെ ഒതുക്കുക, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിനെ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം LSGയുടെ ആ ഒരു നമ്പർ 1, 2, 3 ബാറ്റ്സ്മാൻമാർ വെച്ചിട്ടാണ് ഇത്രയും മാച്ചിൽ അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. അത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. എല്ലാ ഘടകടിയന്മാരായിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. അതായത് മാർക്രം കഴിഞ്ഞ കളി പെർഫോം ചെയ്തു, മിച്ചൽ മാഷ് കുറേ മാച്ചുകളിൽ പെർഫോം ചെയ്തു, പിന്നെ പൂരൻ ഓറഞ്ച് ക്യാപ്പ് നേടിയിരിക്കുന്ന എല്ലാ കളിയിലും ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന പൂരൻ. ഈ 3 പേരെ അവർക്ക് പിടിച്ചു കെട്ടാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ LSGയുടെ ബാറ്റിങ്ങിൽ ഒരുവിധം പിടിച്ചു കെട്ടാനായിട്ട് ചെന്നൈക്ക് സാധിക്കും. അതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ലൂപ്പ് ഹോൾ. പിന്നെ കഴിഞ്ഞ മാച്ച് ദയനീയമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന CSK ഒരു കാര്യം തിരിച്ചറിഞ്ഞ് പുതിയ യങ് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ഇനി അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും മാച്ചസിൽ അവസരം ത്രിപാഠിക്കായാലും അതുപോലെ തന്നെ ഹൂഡയ്ക്കായാലും വിജയ് ശങ്കറിനായാലും എല്ലാവർക്കും അവസരം കൊടുത്തു. അവരൊന്നും ഒരു പെർഫോമൻസിൻ്റെ ഒരു ലക്ഷണവും ഒരു ഇൻറ്റൻറ്റും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലോ അവരുടെ പെർഫോമൻസിലോ കാണിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് പുതിയ പയ്യന്മാർ വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവർ അവസരം കൊടുക്കേണ്ട ഒരു ഏറ്റവും മികച്ച ഒരു പോയിന്റാണ് ഇത്. ചെന്നൈക്ക് അത് ചെയ്യാൻ പറ്റി. അത് ചെന്നൈ ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഒരു ഷെയ്ഖ് റഷീദിനോ അല്ലെങ്കിൽ ആൻഡ്രസ് സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അവസരം കൊടുത്തുകൊണ്ട് പഴയ പടക്കുതിരകളെ ടീമിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, രച്ചിൻ രവീന്ദ്രയും കോൺവേയും ഒരുമിച്ച് കളിക്കാനുള്ള സ്കോപ്പ് ചെന്നൈ ടീമിലില്ല. അവർ രണ്ടുപേരും ഒരുമിച്ച് കളിപ്പിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു ഓവർടൺ ആ ഒരു മിഡിൽ ഓർഡറിൽ വേണം. ഓവർടൺ വേണമെന്ന് പറയുന്നത് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ മിഡിൽ ഓർഡറിൽ കുറച്ച് ഫയർ പവർ എന്തായാലും വേണം. അത്യാവശ്യം ഒരു ഘട്ടത്തിൽ ഫയർ പവർ ധോണി അല്ലാതെ നല്ല ബിഗ് ഹിറ്റ് ചെയ്യാനുള്ളൊരു ബാറ്റ്സ്മാൻ വേണം. അത് ജഡേജ ചെയ്യുന്നില്ല. ശിവൻ ദൂബെ കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്ന ഒരു ബാറ്റ്സ്മാനും അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ല ധോണിക്കില്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർടണിനെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി LSGയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിച്ചൽ മാർഷ് തിരിച്ച് ടീമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഋഷഭ് പന്ത് പഴയ പൊസിഷനിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ടീമിന് പ്രത്യേകിച്ച് ഒരു മാറ്റം അവർ ഇതല്ലാതെ കൊണ്ടുവരാനും സാധ്യത കുറവാണ്. ഇവരുടെ ഒരു ബോളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ആ ദിഗ്വേഷ് സിംഗ് അല്ലാതെ വേറെ ആരും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ എല്ലാവരും റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷർദുൽ താക്കൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആവേശ് ഖാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. റൺസ് ഒരുപാട് വഴങ്ങുന്നുണ്ട്. പക്ഷേ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിൽ വന്നിട്ട് അവർ പെർഫോമൻസ് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവരെ എല്ലാം സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. ഇനി ഇവരുടെ ബാറ്റിങ്ങിലേക്ക് നോക്കിയാലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവരുടെ ഒരു ടോപ്പ് 3 ഒഴിച്ച് ബാക്കി ആരും അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. ഋഷഭ് പന്ത് സീരീസ് തുടങ്ങിയ തൊട്ട് ഫോം ഔട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടും ഒരു രക്ഷയും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സമദ്, ബദോനി കഴിഞ്ഞ മാച്ചിൽ ഒരു ചെറിയ പെർഫോമൻസ് കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ഒരു വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല. താഴെ മില്ലർ പോലും അത്ര ഫോമിലായിട്ട് ഈ ഒരു സീസണിൽ കാണുന്നില്ല. ഒരു മങ്ങിയ ഒരു നിലയിലാണ് മില്ലർ സഹിതമുള്ളത്. പിന്നെ LSGയുടെ കാര്യത്തിൽ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിയും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു ടീമിനെ വെച്ച് പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻസിക്ക് പങ്ക് വലുതാണ്. അപ്പോൾ ഇതൊക്കെയാണ് LSG vs CSK മാച്ചിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ. CSK ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അവരുടെ ടീമിൽ കൊണ്ടുവരട്ടെ. കുറേ യങ്സ്റ്റേഴ്സിന് അവർ അവസരം കൊടുക്കട്ടെ. ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ടീം കളിക്കാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം CSKക്ക് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ LSG വീണ്ടും അവരുടെ ആ ഒരു മാജിക്ക് തുടരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു മാച്ചിൻ്റെ ചാൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% LSGക്കാണ് വിന്നിങ് പ്രോബബിലിറ്റി ഉള്ളത്. ഒരു 40% അല്ലെങ്കിൽ ഒരു പക്ഷേ 35% ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നമുക്ക് ചെന്നൈ കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ
ബാറ്റ്സ്മാൻമാരെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ തളയ്ക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ബോളേഴ്സ് ഉണ്ട്, അവരെ ക്യാപിറ്റലൈസ് ചെയ്ത് റണ്ണ് സ്കോർ ചെയ്യാനും ചെന്നൈക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈക്ക് വീണ്ടും സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ മാച്ചിൻ്റെ ഒരു ഫാൻറ്റസി 11 എന്തായാലും നോക്കാം. ഞാൻ വിക്കറ്റ് കീപ്പറായിട്ട് ഡെവൺ കോൺവേയും ഋഷഭ് പന്തിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റേഴ്സായിട്ട് മിച്ചൽ മാർഷ്, ഡേവിഡ് മില്ലർ, ശിവം ദുബെ എന്നിവരെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് മാർക്രം, ജഡേജ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോളേഴ്സായിട്ട് നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, ഷർദുൽ താക്കൂർ ആൻഡ് ദിഗ്വേഷ് സിംഗ്, ഇത്രയും പേരാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ഋഷഭ് പന്തിനെയാണ്, വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ദിഗ്വേഷ് സിംഗിനെയാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി അതുപോലെ തന്നെ ഫാൻറ്റസി 11നെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.